ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിവേദ്യമാണ് മണ്ടപ്പുറ്റ്. ഒരു കപ്പ് ചെറുപയറെടുത്ത് ഒന്ന് ചൂടാക്കുക. ഒരുപാട് മൂപ്പിക്കണ്ട, കുറച്ച് മൂക്കണം. എന്നാലും അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് കറക്കി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ നന്നായിട്ട് ഒരുപാട് ഭസ്മം പോലെ അല്ലെങ്കിലും വളരെ ഇതുപോലെയുള്ള ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കണം. തരി വലുതാവേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വെന്ത് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു കപ്പ് മാവ് അതിലോട്ടിടാം. പിന്നെ ഒരു കപ്പ് ശർക്കര ഒരുപാട് കൂടിയാൽ ഉരുളകളെല്ലാം അലിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കപ്പ് ശർക്കര എന്ന് കരുതി തീരെ മധുരം കുറയാനും പാടില്ല. എന്നാൽ ഈ മണ്ടപ്പുറ്റ് വെന്ത് തണുത്ത് കഴിയുമ്പോൾ മധുരം ഒരുപാട് അങ്ങ് കുറയുന്നത് പോലെ തോന്നും. അതുപോലെ ഒരു കപ്പ് തേങ്ങയും കൂടെ മിക്സ് ചെയ്യണം. ഒരുപാട് സമയം മിക്സ് ചെയ്താൽ ഇത് നന്നായിട്ട് മിക്സായി വരൂ. എന്നാലും മിക്സ് ആയില്ല എന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പഴം കൂടെ ഇടാം. പിന്നെ ഒരല്പം ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യ് എല്ലാം കൂടെ ഇട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്ക് തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കാണ് ഇത് നേർച്ചയായിട്ട് നടത്തുന്നത്. സ്ഥിരമായിട്ട് വിട്ടുമാറാത്ത തലവേദന ഉള്ളവർക്കും അതുപോലെയുള്ള അസുഖങ്ങൾക്കുമൊക്കെ നേർച്ച ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കണ്ണും മൂക്കും ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതെപ്പോഴും ഉണ്ടാക്കുമ്പം ഒറ്റ സംഖ്യയായിട്ട് വേണം ഉണ്ടാക്കേണ്ടത്. ഓരോ ഉരുളകളും ഉരുട്ടി ഇതിലോട്ട് കണ്ണും മൂക്കും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഉരുളകളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യകളായിരിക്കണം. എന്നിട്ടത് നമ്മൾ ഇഡ്ഡലിയുടെ തട്ടിൽ വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ്. മധുരം കൂടിപ്പോയാൽ ഇത് വെന്ത് കഴിയുമ്പം ഉരുളകളങ്ങ് പരന്നു പോകും. അതുകൊണ്ട് മധുരം കണക്കിനായിട്ട് വേണം വച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു നിവേദ്യമാണ്.